പലപ്പോഴും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് വൈബ്രേഷൻ എന്നൊക്കെ. ഇപ്പൊ ഞാൻ ഈ അടുത്ത് നോക്കിയ സമയത്ത് ഫുള്ളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നി ഈ ചില കാര്യങ്ങൾ ഇതിൽ പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്ന സംഭവങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാളെ 2 ലക്ഷം ആഗ്രഹിക്കൂ, നിങ്ങളുടെ മുന്നിൽ അത് കൊണ്ടുവരും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത് കുറച്ചുകൂടി ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ശരിയായ ഒരു അറിവ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പല ആൾക്കാരും അതിനെ വേറെ രീതിയിൽ കാണുന്നുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു വേർഡ് മാറ്റിയിട്ട് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് നമുക്കാക്കി നോക്കാം. അപ്പൊ എന്താണ് ഈ ലോ ഓഫ് വൈബ്രേഷൻ? അതായത് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ വേണ്ടതിന്റെ വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ വൈബ്രേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ മൈൻഡ് പോകണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഉപബോധ മനസ്സാണ് എല്ലാത്തിലേക്കുമുള്ള ഒരു കീ, ഒരു താക്കോല് എന്ന ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവണം. ഇപ്പോ പല സമയങ്ങളിലായിട്ട് പലരും പല പ്രയാസങ്ങളും പറഞ്ഞ് നമ്മളെ മുന്നിൽ വരാറുണ്ടല്ലേ, എന്നെക്കൊണ്ട് അതിന് പറ്റുന്നില്ല, ഇങ്ങനെ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത് നമ്മളുടെ കംപ്ലീറ്റ് ആ ഡേയിലുള്ള ഫുൾ എനർജീനെ അത് ബാധിക്കും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി മൈൻഡിനെ ഒന്ന് പോസിറ്റീവ് ആക്കുക. അതീ പറയുന്ന പോലെ ഭയങ്കര ടോക്സിക് ലെവലിലുള്ള പോസിറ്റിവിറ്റി അല്ല, നമ്മൾ തന്നെ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പൊ ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ ഇതിനെ ബേസ് ചെയ്ത് പറഞ്ഞു. അപ്പൊ ഇതൊരു ഫസ്റ്റ് ഡേ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന കോണ്ടന്റിന്റെ ഭാഗമാകാതെ നിങ്ങൾ റിയൽ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യെസ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും പലരും നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യത്തിന് ബ്ലെസ്സിങ്സ് പറയാൻ വേണ്ടി പറ്റും? നമ്മുടെ ഇപ്പൊ ഇവിടെ ജീവിക്കുന്നു അല്ലെ, ഇപ്പൊ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ബ്രീത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് നന്ദി പറയാം. അതിപ്പോ നിങ്ങളിപ്പോ ഈ പറയണ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോ മുസ്ലിംസ്, ഹിന്ദു, ക്രിസ്ത്യൻസ്, ഏത് മതത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? അതായത് നിങ്ങളിപ്പോ പല വിശ്വാസികളായിരിക്കാം ഈ വീഡിയോ കാണുന്നവർ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ ഫീൽ ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിലാണ്, അങ്ങനത്തെ ഒരു ഫെയ്ത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. നന്ദി പറയാൻ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്കിത് കിട്ടാറില്ല. കാരണം നമ്മൾ എപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്. ഇപ്പോൾ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് കൗണ്ട് ചെയ്തിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബുക്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് നിങ്ങൾ വാങ്ങി വെക്കുക, എഴുതുക. ഒരു ദിവസം നിങ്ങൾ ഒരു മൂന്നെണ്ണം മതി, കുറേ ഒന്നും വേണമെന്നില്ല. ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്തിനൊക്കെയാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലൈഫ്, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നു അല്ലെ. ഞാനൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഓക്കെ, ഞാൻ ഇന്ന് ജീവിക്കുന്നു. അതായത് നമുക്ക് ഇന്നൊരു ലൈഫ് ദൈവം തന്നു, നമുക്ക് ഇന്നൊരു ദിവസം നമുക്ക് തന്നു എന്നുള്ളതാണ്. ബിക്കോസ് വി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ലീവ് എ ഡേ.
ടു വർഷിപ്പ് അവർ, നമ്മുടെ പടച്ചോനെ സ്തുതിക്കാൻ ഒരു ദിവസം നമുക്ക് കിട്ടി എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾ എന്താണോ ആ സ്വപ്നത്തിലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു ദിവസം കിട്ടി. ഇങ്ങനെ ഓരോ ഡൈമെൻഷനിലും നമ്മൾ എന്ത് പറയണം, ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, ലൈക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസ് ഉണ്ട്, നമുക്കൊരു വീടുണ്ട്. ഇനിയിപ്പോ വീട്ടിൽ നിങ്ങൾക്കിപ്പോ സ്വന്തം വീടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളിപ്പോ റെന്റിനാണ് ഒരു വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെന്റിന് താമസിക്കാൻ ഒരു വീട് കിട്ടി. അപ്പം ഇങ്ങനെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹൃദയം തൊട്ട് നമ്മൾ ദൈവത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ പടച്ചോനോട് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തൊട്ടാണ് നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി വിശാലമാവുന്നത്. അങ്ങനെ അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. അങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങി നോക്ക്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ തോന്നും. ഓക്കെ, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളിൽ നിന്ന് തന്നെയാണ് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഒറ്റയടിക്ക് ഒരാളും പെട്ടെന്ന് ആരുടെ ലൈഫ് മാറിയിട്ടില്ല. നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ തന്നെയാണ് വലിയ വലിയ മാറ്റങ്ങളായിട്ട് മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, എൻ്റെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ പറയണ പോലെ പലതരത്തിലുള്ള മിസ്ലീഡിങ് കോണ്ടന്റുകൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു കോണ്ടന്റിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളൊന്ന് മാറ്റിയിട്ട് അതിനെ കുറച്ചുകൂടിയും ഹൃദയം തൊട്ടിട്ട് നമ്മുടെ ആത്മാവിനെ തൊട്ടിട്ട് കുറച്ചുകൂടി ഒരു പോസിറ്റിവിറ്റി ഫീല് കൊണ്ടുവരാം. അതൊരിക്കലും ടോക്സിക് പോസിറ്റിവിറ്റി അല്ല. ഓക്കെ, അത് ഫ്രം ദ ഹാർട്ട് അത് തോന്നണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അത്രയും നിങ്ങൾ ടയേർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നന്നായി ബ്രീത്ത് ഇൻ ചെയ്യുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 12 മുതൽ 30 പ്രാവശ്യം വരെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റിയിൽ ഒരു മാറ്റം ഫീൽ ചെയ്യുകയും അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ചും ഒന്ന് റിലാക്സ്ഡ് മോഡായിട്ട് നിങ്ങൾക്ക് തോന്നും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. 3 എഴുതിയാൽ മതി, കുറേയൊന്നും എഴുതണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്, അങ്ങനെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ലൈഫും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മനുഷ്യരും ഒക്കെ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവട്ടെ എന്നും ഒരുപാട് നന്ദിയുള്ളവരായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നമുക്ക് ഈ ഒരു ജേർണി ബ്യൂട്ടിഫുൾ ആക്കാം. നമുക്ക് ഇങ്ങനെ വേദനിച്ച് വിഷമിച്ച് ഇരിക്കേണ്ട, അല്ലേ? നമുക്ക് കുറച്ചുകൂടി മൈൻഡിനെ പോസിറ്റീവാക്കി കാമാക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നിക്കുന്ന രീതിയിൽ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമുക്ക് നിൽക്കാം. ഓക്കെ, അപ്പൊ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ജിൽവ മൈൻഡ് കോച്ച്. ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.